എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പത്തേമാരിയുടെ യാത്രയിലാണ് നമ്മൾ. അത് തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് പ്രിയങ്കരനായ മമ്മൂക്കയോടും സിദ്ദിഖേട്ടനോടും നമുക്ക് തുടരാം ഈ പത്തേമാരി യാത്ര അവരുടെ വിശേഷങ്ങളിലൂടെ തന്നെ. മമ്മൂക്കയ്ക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനത് സലീമിനോട് വെച്ച് ഇതൊക്കെ എന്തിനെടുത്തിട്ട് ആരും കാണാനുണ്ട്, വല്ല ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വഞ്ചറും റിസ്ക് കൊടുത്ത സലീമാണ്. എനിക്കിപ്പോൾ നമ്മൾ അഭിനയിച്ചിട്ട് പോകുന്നവരല്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ എല്ലാം സലീമാണ്. അപ്പോൾ സലീമാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇതിൻ്റെ ഒരു സക്സസ് എൻജോയ് ചെയ്യേണ്ട ആൾ. നമുക്കൊന്നും ഒരു വലിയ വിജയമാകുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഞങ്ങളുടെ സിനിമകളൊക്കെ വളരെ അപൂർവമായിട്ടേ ഓടിയിട്ടുള്ളൂ. ആളുകൾ ഇതൊക്കെ ഓടും, ആളുകൾ കാണും. ഇപ്പോഴത്തെ ട്രെൻഡ് അതല്ലേ, പ്രവാസ ജീവിതം കാണിക്കുന്ന സിനിമകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ല, ആളുകൾ ഇങ്ങനത്തെ സിനിമകൾ കാണുമെന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ആളുകൾ നമുക്ക് മറുപടി തന്നത് ഞങ്ങൾ ഇങ്ങനത്തെ സിനിമ കാണും. അതുപോലെ നമുക്ക് വേറൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ഒറ്റ സ്ട്രെച്ചിലല്ലോ ഈ സിനിമ ഈ സിനിമ ഈ 3 കാലഘട്ടം ഞാൻ ഈ സിനിമ അറിഞ്ഞിട്ടില്ല. അതിന് വേറെ ഈ സിനിമ തീരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം 12 ദിവസങ്ങളായിട്ട് 3 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. അത് 3 സ്റ്റേജ് എടുക്കാനായിട്ട് ഓരോ പ്രായത്തിന്റെ. അപ്പോൾ 12 ദിവസമൊക്കെ നമ്മൾ 45-50 ദിവസം അഭിനയിക്കുമ്പോൾ വലിയ സിനിമയായിട്ട് തോന്നുന്നു. ഇത് അങ്ങനെ അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു പടത്തിന്റെ ഇടയിലാണ് പോകുന്നത്. 3 സിനിമയുടെ ഇടയ്ക്കാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് അറിഞ്ഞിട്ടില്ല. മാത്രമല്ല 2 വർഷമായിട്ട് ഇതിനു വേണ്ടി 3 പടത്തിൽ അഭിനയിച്ച പോലെയാണ്. അല്ല, ഈ സിനിമ പോയി അഭിനയിച്ചു, അതിന്റെ ഇടയിൽ എപ്പോഴോ നടന്നു. അങ്ങനെയാണ് അത് നമുക്ക് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിനോ അങ്ങനെ ഒന്നും തോന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീർന്നു. പിന്നെ 3 പീരീഡ് നമ്മൾ അഭിനയിക്കുന്നുണ്ട്. മറ്റേനെ പറ്റി ആലോചിച്ച് വേവലാതിപ്പെടേണ്ട തോന്നുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും സലീമിന് തന്നെയാണ് അതിന്റെ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അത് മുഴുവൻ ഉൾക്കൊണ്ട ആള് സലീമിന്റെ അടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഇവര് ഞാൻ ചോദിച്ചു, ഈ മധുവമ്പാട്ടിനെയും നിങ്ങൾ എങ്ങനെയാണ് മാച്ച് ആവുന്നത്? 2 ജനറേഷൻ അല്ലേ, 2 ടൈപ്പ് ഓഫ് ഫിലിംസ് അല്ലേ? അല്ല, ഞാൻ ആദ്യത്തെ സിനിമ മുതൽ മൂപ്പരുണ്ട്. എനിക്ക് വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ അവർ 2 ടീമായി. പിന്നെ ആദ്യത്തെ സിനിമയിലും റസൂലുണ്ട്. അങ്ങനെ അവർ 3 നാഷണൽ അവാർഡ് വിന്നേഴ്സിന്റെ ഒരു ടീമാണ്. അതിന്റെ കൂടെ മമ്മൂക്കയും ചേർന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അല്ല, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നാഷണൽ അവാർഡിന് ഒരു യാതൊരു പഞ്ഞമില്ല. ഇപ്പോൾ ഈ സിനിമ ഇപ്പോൾ സലീംകുമാർ വരെ ഒരു ചെറിയ സിനിമ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ നാഷണൽ അവാർഡുകാർക്ക് ഒരു പഞ്ഞമില്ല. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് അറിയാൻ വേണ്ടിയിട്ട് പണ്ട് പത്തേമാരിയിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ സലീം അഹമ്മദ് ഇതിനു വേണ്ടി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളും ചാനലിൽ തന്നെ വേറെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അതിൽ യാത്ര ചെയ്തൊരു 5-6 ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവർ പറയുന്ന കഥകൾ, അവർ പറഞ്ഞ് ഞങ്ങൾ എന്താണോ എന്ന് അനുഭവിച്ചത് അത് വളരെ കൃത്യമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്നാണ്. ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ പത്തേമാരി യാത്ര. അവിടെ എത്തിയാലെത്തി, എത്ര പേരന്ന് എത്തിപ്പെട്ടു, എത്ര പേർക്ക് എത്താൻ സാധിച്ചില്ല, ഇടയ്ക്ക് വെച്ച് ജീവൻ പോകുന്നവരെ വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് കടലിലേക്ക് എറിയാന്നുള്ള അല്ലാതെ വേറൊരു മാർഗവും അവർക്കില്ല. അപ്പോൾ പിന്നെ അവിടെ എത്തിപ്പെട്ട എത്രയോ 1 മാസവും അതിൽ കൂടുതൽ സമയമെടുത്തിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. വീട്ടിൽ അറിയിക്കാൻ ഒരു മാർഗവും ഇല്ല. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ അനുഭവിച്ചവരാണ് അവരെല്ലാവരും. പക്ഷെ അത് അത്രത്തോളം അതേ എഫക്റ്റോട് കൂടി പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കുന്നുള്ള കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ എല്ലാ സിനിമകളും പരീക്ഷണമല്ലേ. ഏതിപ്പോൾ നമ്മൾ ഒരു കോടിക്കണക്കിന് 100 കോടി 200 കോടി മുടക്കിയെടുക്കുന്ന സിനിമയും വളരെ തുച്ഛമായ പൈസ മുടക്കിയെടുക്കുന്ന സിനിമയും പരീക്ഷണമാണ്. ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അവർ ആവർത്തിച്ച് കാണുകയും ചെയ്തിരുന്ന ഒരു സിനിമയും വിജയമാവില്ല. എല്ലാവരുമായാലും ശരി, കമേഴ്ഷ്യലായാലും ശരി. അപ്പോൾ ഇതങ്ങനെ സിനിമ വന്നു, ഇറങ്ങി, ഓടി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് നാഷണൽ അവാർഡിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പെട്ടെന്ന്, ഒരു ചരിത്രമല്ലേ നമുക്കത്? മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയിൽ ഇത്രയും നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഒന്നിച്ച ഒരു സിനിമ ഉണ്ടാവും? അല്ല, ഇത്രയും നാഷണൽ അവാർഡ് ഒരു ഭാഷയിലും ഇല്ല. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്ടേഴ്സ് ഉള്ള മലയാളത്തിലാണ് നാഷണൽ അവാർഡ് വിന്നേഴ്സ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയ്ക്കും ഇനി കുറെ കാലത്തേക്ക് എടുക്കാൻ 15-16 ആയി. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ തവണ കിട്ടിയ നാഷണൽ അവാർഡ് വിന്നേഴ്സ് മലയാളത്തിൽ തന്നെ. ഇത്രയും നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഒന്നിച്ച് ഒരു സിനിമ ഉണ്ടാക്കിയത് ഒരു ചരിത്രം തന്നെയാണ്. നമ്മളത് കുറച്ച് കണ്ടത്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ നാഷണൽ അവാർഡ് വിന്നേഴ്സിന് ഒരു പഞ്ഞമില്ല എന്ന് പറയല്ല വേണ്ടത്. ഇത്രയും നാഷണൽ അവാർഡ് വിൻ ചെയ്ത വ്യക്തികൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തു എന്നുള്ളതിന് ഉപരി ക്ലാസിക് സിനിമകളുടെ കൂട്ടത്തിൽ ഒരു സിനിമയുടെ ചേർത്ത് വെക്കാൻ ഒരു സിനിമ എന്നുള്ളതൊരു സിനിമ എന്നുള്ളതിന് മാത്രമല്ല, 50 വർഷത്തെ മലയാളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രത്തിലോ മലയാളികളുടെ ചരിത്രത്തിലോ ഒരു ഭാഗം തന്നെയാണ് ഇത്. അങ്ങനെ ഒരു ഏടായിട്ട് മാറും, ഒരു ഡോക്യുമെന്റ്, ഒരു രേഖയായി മാറുകയാണ് ഈ സിനിമ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം പ്രവാസികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു രേഖയാണ്. അല്ലേ? തീർച്ചയായിട്ടും. ചെറുക്കനോട് പേർഷ്യയിലാണ്. ഇന്നും അങ്ങനെ തന്നെ പറയുന്നവരുണ്ട്. അതെ, നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ്, ഗൾഫ് എന്നൊക്കെ പറയുമെങ്കിൽ ഇന്നും അല്ല, ഇപ്പൊ ഗൾഫിലൊക്കെ നല്ല ജോലിയുള്ളവർക്കേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു സാമ്പത്തിക അഭ്യർത്ഥികളായിട്ട് കൂടുതൽ പേര് ഇപ്പോഴും അവിടെ അങ്ങനെ നിൽക്കുന്നു. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിലും നല്ല ജീവിത സൗകര്യവും ജോലികളും ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ജോലികളൊക്കെ അവിടെ ചെയ്യാൻ
പിന്നെ തന്നെയല്ല ഒരു എക്സ്പോഷർ അല്ലേ കിട്ടുന്നത്. വേറെ രാജ്യത്ത് പോകുന്നു, വേറെ ഒരുപാട് നാഷണാലിറ്റീസിനെ കാണാൻ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ ഒരുപാട് പേര് പോയി ഒരുപാട് കാര്യങ്ങൾ കണ്ടതുകൊണ്ടല്ലേ അതെല്ലാം. അല്ലാണ്ട് ഒരു എണ്ണയും കുഴിച്ചെടുത്തിട്ടല്ല നമ്മളുടെ ഇവിടെ ഇത്രയും ഈ മൾട്ടിപ്ലക്സുകളും ഷോപ്പിംഗ് മാളും എല്ലാം ഈ സൗധങ്ങളെല്ലാം ഉയരുന്നത്. നമ്മളിവിടെ എണ്ണ പോയിട്ട് വെളിച്ചെണ്ണ പോലും ഇല്ല. മണ്ണെണ്ണ പോലും. അല്ല, ഇത്രയും തെങ്ങുണ്ടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളിൽ 1-2 ആൾക്കാർ അവിടെ പോയി നിന്നിട്ട് ഒരു 10 വർഷം മുമ്പ് ഷെർഫൊക്കെ പോകുന്നതാണ്. എന്താ, നമുക്കിവിടെ ഒരു ഐഡന്റിറ്റി ഇല്ല. നമ്മൾ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോകണം. അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും വേറൊരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് കുറേ അവിടെ നിന്ന് എങ്ങനെയും ഒരു ജീവിത മാർഗം ഉണ്ടായിട്ട് നാട്ടിലേക്ക് പോരുക. ഞാൻ പറയാം, നാട്ടിലേക്ക് പോരുന്നത് മണ്ടത്തരമാണ്. ഈ സൗഭാഗ്യങ്ങളോ ജീവിത സൗകര്യങ്ങളോ അവിടെ ഏതായാലും ഇല്ല. ഒരു കാലം ഇവിടെ വെച്ചിട്ട് മറ്റേ കാലം നട്ടി വെച്ചോ എന്ന് പറയും. പക്ഷെ അതും ഈ ഇവർക്കേ ഉള്ളൂ മുമ്പ്. ഈ അറേബ്യയിൽ യൂറോപ്പിലുള്ളവർക്ക് അതില്ല. അവർക്ക് അവിടെ തന്നെ യൂറോപ്പിലുള്ളവർ സെറ്റിൽഡാ. അവർക്ക് പിന്നെ ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് മക്കൾക്ക് നമ്മുടെ ഇവിടെ ആകുമ്പോൾ മലയാളി കമ്മ്യൂണിറ്റീസ് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളാരുമല്ല. നമുക്കിവിടെ അത് മാത്രമല്ല, അവിടെ വേണമെങ്കിൽ സിറ്റിസണൊക്കെ ആകാം. അവിടെ സൗദി അറബ് കൺട്രീസിൽ അതില്ല. അവർക്ക് എപ്പോഴും ഇപ്പോൾ നാട്ടിലെ വാർത്തകൾ അറിയണം. നാട്ടില് അവിടുത്തെ FM റേഡിയോ നമുക്ക് വെച്ചാൽ അറിയാമല്ലോ. നാട്ടിലെ ന്യൂസ് അല്ലേ അവിടെ പറയുന്നത്. ഇത്രേ ദൂരമുള്ളൂ. ഡൽഹിനേക്കാൾ കൂടുതൽ ദൂരം കുറവല്ലേ. അതെ. ഇപ്പോൾ പള്ളിക്കൽ നാരായണൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പള്ളിക്കൽ നാരായണന്മാർ ഇപ്പോഴും അവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരൊരു ലേബർ ക്യാമ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് ശരിക്കും അവിടെ തന്നെ പോയി ഷൂട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി കണ്ടിട്ട് അതുപോലെ ക്രിയേറ്റ് ചെയ്യണം. അവിടെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കുന്നുണ്ട്. അതിനകത്ത് പോയി നമ്മൾ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുപോലെ നമ്മളൊരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ അതും ഒരു ഇതുവരെ ചെയ്ത സിനിമകളിൽ കഥാപാത്രങ്ങളിൽ അതും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നില്ലേ? ശരി, വിൽക്കാനുള്ള ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. ഞാനില്ല, ഞാൻ ആ ഭാഗത്തല്ല, ഞാൻ നാട്ടിലെ അഭിനയിച്ചിട്ട് ലേബർ ക്യാമ്പും കാര്യങ്ങളൊക്കെ അതിനകത്താണ്. പക്ഷെ അന്ന് സിനിമയിൽ ഒരു പ്രവാസിയുടെ കഥയല്ല. നാട്ടിലുള്ള ആളുടെ കഥ അവിടെ പോയി ജോലി ചെയ്ത് സമ്പാദിച്ചു വരുന്നത്രയുള്ള സമയമുള്ളൂ ഇവിടെ.